സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ദേവീ മാഹാത്മ്യ പഠനം ഇവിടെ ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. ഇതിനു മുന്നേ ഇതേ വേദിയിൽ ദേവീ മാഹാത്മ്യം വിധിപ്രകാരം പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു വച്ചിരുന്നു. ഇപ്പോൾ ദേവീ മാഹാത്മ്യം അർത്ഥസഹിതമുള്ള പഠനമാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ദേവീ മാഹാത്മ്യം അമ്മയെ പോലെയാണ്. അല്ല, ഇനി അമ്മ തന്നെ എന്ന് നമുക്ക് പറയാം. കാരണം ആകുലതകളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് അമ്മയെപ്പോലെ ദേവീ മാഹാത്മ്യം നമുക്ക് സാന്ത്വനവും തണലും നൽകുന്നു. അരക്ഷിതമായ കാലത്ത് സുരക്ഷയും അഭയവും നൽകുന്നു. സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലത്ത് അവ നീണ്ടു നിൽക്കാനുള്ള കർമ്മശുദ്ധിയും മനഃശുദ്ധിയും പകർന്നു നൽകുന്നു. അതുകൊണ്ടാണ് ദേവീ മാഹാത്മ്യത്തെ പോലെ ഇത്രയും അഭയവരദായകമായ ഒരു ഗ്രന്ഥവും ഇല്ല എന്ന് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഉപമിക്കാൻ കഴിയാത്ത ഒരു ശുദ്ധീകരണം അതുകൂടിയാണ് ദേവീ മാഹാത്മ്യ പാരായണത്തിലൂടെ നമുക്ക് സംഭവിക്കുന്ന മാറ്റം. നമ്മുടെ ഉള്ളിലെ ആസുരികമായ മാഹിഷഭാവങ്ങളെ, അതായത് മഹിഷാസുര ഭാവങ്ങളെ, അതുപോലെ തന്നെ രക്തബീജനെ പോലെ പിന്നെയും പിന്നെയും പൊട്ടിമുളയ്ക്കുന്ന ദുർവാസനകളെ, ഇവയെ ഒക്കെ ദേവി അകറ്റിക്കളയുന്നു. അങ്ങനെ കരിയും പുകയുമകന്ന് മനസ്സ് സൗമ്യവും സാത്വികവും തെളിവുറ്റതുമാകുന്നു. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതവും തെളിയുന്നു. 18 പുരാണങ്ങളിൽ ഒന്നായ മാർക്കണ്ഡേയ പുരാണത്തിലാണ് ദേവീ മാഹാത്മ്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 134 അധ്യായങ്ങളുള്ള ഈ മാർക്കണ്ഡേയ പുരാണത്തിൽ 78 മുതൽ 90 വരെയുള്ള 13 അധ്യായങ്ങളാണ് ദേവീ മാഹാത്മ്യമായി കാണുന്നത്. ദേവീ മാഹാത്മ്യത്തിൽ 700 ശ്ലോകങ്ങൾ ഉള്ളതിനാൽ ദേവീ മാഹാത്മ്യത്തെ സപ്തശതി എന്നും പറയുന്നു. അപ്പോൾ 700 ശ്ലോകങ്ങളും 13 അധ്യായങ്ങളുമാണ് ദേവീ മാഹാത്മ്യത്തിൽ ഉള്ളത്. മാർക്കണ്ഡേയ മഹർഷിയും ജൈമിനി മഹർഷിയും തമ്മിലുള്ള ഒരു സംഭാഷണം, ആ സംവാദ രൂപത്തിലാണ് ദേവീ മാഹാത്മ്യം ആവിഷ്കരിച്ചിട്ടുള്ളത്. ദേവീ മാഹാത്മ്യത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ, മാർക്കണ്ഡേയ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ഒരിക്കൽ ജൈമിനി മഹർഷി മഹാഭാരതത്തിലെ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയം അത് തീർക്കുവാനായിട്ട് വിന്ധ്യാചലത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ദ്രോണപുത്രന്മാരായ ധർമ്മപക്ഷികളുടെ അടുത്തു ചെന്നു. എന്നിട്ട് ധർമ്മപക്ഷികളോട് പല കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ലോകത്തിന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും മന്വന്തരങ്ങളെക്കുറിച്ചും മനുവംശ ചരിതത്തെക്കുറിച്ചും ആ പക്ഷികളോട് വിശദമായി പറഞ്ഞു തരാൻ ജൈമിനി മഹർഷി ആവശ്യപ്പെട്ടു. അങ്ങനെ അവർ ഈ മാർക്കണ്ഡേയ പുരാണത്തിലെ 77 അധ്യായങ്ങൾ വരുന്ന അതുവരെയുള്ള ഭാഗം, അതായത് ഇപ്പോ നടക്കുന്ന മന്വന്തരത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. 77 അധ്യായങ്ങളിലായിട്ട് ഇപ്പോ നടക്കുന്ന മന്വന്തരത്തെ കുറിച്ച് വരെയാണ് പറഞ്ഞു കൊടുത്തത്. എന്നാൽ 78ാമത്തെ അധ്യായം മുതൽ ഇനി വരാൻ പോകുന്ന 8ാമത്തെ മന്വന്തരമായ സാവർണിക മന്വന്തരത്തിന്റെ അധിപനായ സാവർണിക മനുവിന്റെ ചരിത്രമാണ് ദേവീ മാഹാത്മ്യത്തിലെ പ്രതിപാദ്യ വിഷയം. അതായത് മാർക്കണ്ഡേയ പുരാണത്തിലെ 77 അധ്യായങ്ങൾ വരെയുള്ള ഭാഗങ്ങളിൽ ഇതുവരെ ഇപ്പോ നടക്കുന്നത് വരെയുള്ള മന്വന്തരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. 78ാമത്തെ അധ്യായം മുതൽ 90ാമത്തെ അധ്യായം വരെയാണ് ദേവീ മാഹാത്മ്യം. ആ 78ാമത്തെ അധ്യായത്തിൽ ഇനി വരാൻ പോകുന്ന 8ാമത്തെ മന്വന്തരമായ സാവർണിക മന്വന്തരം, ആ മന്വന്തരത്തിന്റെ അധിപനാണ് സാവർണിക മനു. ആ മനുവിന്റെ ചരിതമാണ് ദേവീ മാഹാത്മ്യ കഥയായിട്ട് പറയുന്നത്.
ദേവി മഹാത്മ്യത്തെ പ്രധാനമായും 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: പ്രഥമചരിതം, മധ്യമചരിതം, ഉത്തമചരിതം എന്ന്. അപ്പൊ ഇതിലെ പ്രഥമചരിതത്തിൽ ദേവി മഹാത്മ്യത്തിൽ 13 അധ്യായങ്ങളാണുള്ളത്. ഇതിലെ പ്രഥമചരിതത്തിൽ 1-ാമത്തെ അധ്യായം മാത്രമാണ് വരുന്നത്. മധ്യമചരിതത്തിൽ 2, 3, 4 ഉൾപ്പെടുന്ന 3 അധ്യായങ്ങളാണ് മധ്യമചരിതത്തിൽ വരുന്നത്. ഉത്തമചരിതത്തിൽ 5 മുതൽ 13 വരെയുള്ള 9 അധ്യായങ്ങളാണ് വരുന്നത്. ഈ ഓരോ ചരിതങ്ങളിലുമായിട്ട് ദേവി പല പല രീതിയിൽ അവതരിച്ചതിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ പ്രഥമചരിതം, അതായത് ആ 3 ചരിതങ്ങളിലായിട്ട് പറയുന്ന കാര്യത്തെ ചെറുതായിട്ടൊന്ന് ഒരു ഉള്ളടക്കം പറയുകയാണ് ഇവിടെ. ബ്രഹ്മദേവന്റെ പ്രാർത്ഥന കേട്ട് മധുകൈടബന്മാരെ വധിക്കാനായി മധുകൈടബൻ എന്നീ 2 അസുരന്മാർ ബ്രഹ്മാവിനെ വധിക്കാൻ വന്നപ്പോൾ ബ്രഹ്മദേവന്റെ പ്രാർത്ഥന കേട്ടിട്ട് മധുകൈടബന്മാരെ വധിക്കാനായി മഹാവിഷ്ണുവിന്റെ ദേഹത്ത് നിന്നും ദേവി താമസ രൂപത്തിൽ, അതായത് തമോ ഗുണ രൂപത്തിൽ അവതരിച്ച ചരിതമാണ് പ്രഥമചരിതത്തിൽ പറയുന്നത്. ഇനി അതായത് ഒന്നാമത്തെ അധ്യായം. ഇനി അടുത്തത് മധ്യമചരിതം, 2, 3, 4 അധ്യായങ്ങൾ. ഇവിടെ മഹിഷാസുരനെ വധിക്കാനായി സകല ദേവന്മാരുടെയും ദേഹത്ത് നിന്ന് ദേവി രാജസ രൂപത്തിൽ അവതരിച്ച, രജോഗുണ സ്വരൂപത്തിൽ അവതരിച്ച ചരിതമാണ് മധ്യമചരിതത്തിൽ പറയുന്നത്. ഇനി അവസാനത്തെ ഉത്തമചരിതം, അതായത് 5 മുതൽ 13 വരെയുള്ള അധ്യായങ്ങൾ. ഇവിടെ ശുംഭനിശുംഭന്മാരെ വധിക്കാനായി ദേവന്മാരുടെ ഒക്കെ പ്രാർത്ഥന കേട്ട് പാർവതി ദേവിയുടെ ശരീരത്തിൽ നിന്നും ദേവി അവതരിച്ച ചരിതമാണ് ഈ ഉത്തമചരിതത്തിൽ 9 അധ്യായങ്ങളിലായിട്ട് പറയുന്നത്. നവരാത്രി കാലത്ത് ആ പുണ്യ 9 ദിവസങ്ങളിൽ നമ്മൾ ദേവിയുടെ ഈ 3 ഭാവങ്ങളെയാണ് ആരാധിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം താമസ അവതാരമായ കാളി രൂപത്തിലുള്ള ദേവിയെ നമ്മൾ ആരാധിക്കുന്നു. അടുത്ത 3 ദിവസം രാജസ അവതാരമായ ലക്ഷ്മി രൂപത്തിൽ ദേവിയെ നമ്മൾ ആരാധിക്കുന്നു. അവസാനത്തെ 3 ദിവസം സാത്വിക അവതാരമായ സരസ്വതി ദേവിയുടെ രൂപത്തിൽ ദേവിയെ നമ്മൾ ആരാധിക്കുന്നു. എന്ന് വെച്ചാൽ ദേവി മഹാത്മ്യത്തിൽ ആ മഹാമായയായ ദേവിയുടെ താമസികം, രാജസികം, സാത്വികം ഈ 3 ഭാവങ്ങളിലുള്ള അവതാരങ്ങളെയാണ് പ്രകീർത്തിക്കുന്നത് എന്നർത്ഥം. ദേവി മഹാത്മ്യത്തിൽ ജഗദംബയുടെ അവതാരങ്ങളായ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ദേവതകളെയാണ് പ്രകീർത്തിക്കുന്നത്. ഇതിനു പുറമെ ബ്രഹ്മാണി, മാഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഐന്ദ്രി, ചാമുണ്ട എന്നീ സപ്തമാതാക്കളെയും പ്രകീർത്തിക്കുന്നുണ്ട്. ഇതിൽ 1-ാമത്തെ അധ്യായത്തിൽ മഹാകാളിയുടെ അവതാരത്തെ സ്തുതിക്കുന്നു. 2, 3, 4 അധ്യായങ്ങളിൽ മഹാലക്ഷ്മിയുടെ അവതാരത്തെ സ്തുതിക്കുന്നു. അതുപോലെ 5 തൊട്ട് 13 വരെയുള്ള അധ്യായങ്ങളിൽ മഹാസരസ്വതിയുടെ അവതാരത്തെയും ഇനി മേൽ പറഞ്ഞ സപ്തമാതാക്കളുടെ അവതാരങ്ങളെയും വർണ്ണിക്കുന്നുണ്ട്. ദേവി ജഗന്മാതാവാണ്. ഭക്തന്മാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ യോഗ്യതയനുസരിച്ച് വേണ്ടതെല്ലാം നൽകുന്ന മഹാദേവിയാണ് ആ പ്രകൃതി എന്ന അമ്മ. മക്കൾക്ക് വരുന്ന സങ്കടവും സന്താപവും പോരായ്മകളും യഥാസമയം മനസ്സിലാക്കി അവയെ ദൂരീകരിക്കുവാൻ വേണ്ടത് ചെയ്യുന്നവളാണ് മഹാദേവി. ആ ദേവിയുടെ മഹാത്മ്യത്തെ പ്രകീർത്തിക്കുന്ന മന്ത്രമാലയാണ് ദേവി മഹാത്മ്യം. ഇതാ ദേവി മഹാത്മ്യം ഇനി നമ്മളോടൊപ്പം. ഓരോ മനസ്സിലും ഇനി ദേവി പ്രസാദത്തിന്റെ സഹസ്ര പൂർണിമ നിറയട്ടെ. സദാ ആർദ്രചിത്തയായ ആ ദേവിയുടെ കാരുണ്യം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. പ്രണാമം.